മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തുടങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വരുന്നത്. സെക്കൻഡ് സ്റ്റാൻഡേർഡ് മുതലാണ് ഗുണനപ്പട്ടിക തുടങ്ങുന്നത്. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ബേസ് ക്ലാസ്സാണ് ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് വരാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യമായിട്ടോ പറയണത്. അപ്പോൾ ഞാനിവിടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. രണ്ട് ആപ്പിള് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് രണ്ട് ആപ്പിള്. നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് 2 + 2 + 2 + 2 = 8 ആണ് വരിക അല്ലേ. 2 + 2 + 4, 2 + 2 + 4, 4 + 4 എത്രയാണ്? 8 ആണ് വരുന്നത്. ഇങ്ങനെയാണ് കോമൺ ആയിട്ട് നമ്മൾ എണ്ണി തിട്ടപ്പെടുത്താറുള്ളത് അല്ലേ. ഇത് ഞാൻ എന്ത് ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ടേബിളോട്ട് മാറ്റുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇവിടെ ഈ 1, 2, 3, 4 ഇത് 4 ഗ്രൂപ്പാക്കി തിരിക്കുന്നു. ഇതൊരു ഗ്രൂപ്പ്, ഇത് രണ്ടാമത്തെ ഗ്രൂപ്പ്, ഇത് മൂന്നാമത്തെ ഗ്രൂപ്പ്, നാലാമത്തെ ഗ്രൂപ്പ്, ഇങ്ങനെ 4 ഗ്രൂപ്പാക്കി മാറ്റുന്നു. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന സംഖ്യ ഏതാണ്? 2 ആണ്. ഫസ്റ്റത്തെ ഗ്രൂപ്പിലും 2 ഉണ്ട്, സെക്കൻഡത്തെ ഗ്രൂപ്പിലും 2 ഉണ്ട്, തേർഡത്തെ ഗ്രൂപ്പിലും 2 ഉണ്ട്, ഫോർത്ത് ഗ്രൂപ്പിലും 2 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 4 ഗ്രൂപ്പാണ് വരുന്നത്. അപ്പോൾ 4 × കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്? 2 = എത്രയാണ് ഉത്തരം വരുന്നത്? 8. അപ്പോൾ നമ്മൾ ആദ്യം കൂട്ടിയത് എത്രയായിരുന്നു? 8 ആണ്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചെയ്തപ്പോൾ എത്രയാണ് വരുന്നത്? 8 ആണ്. ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചെയ്യുന്നത്. ഒന്നും കൂടി നോക്കാം. ആപ്പിളുകൾ എടുത്ത് ആ 8 ആപ്പിളുകളും ഓരോ ഗ്രൂപ്പായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. 2 ഈച്ച് ഒരു ഗ്രൂപ്പിലും 2 ഈച്ച് ഒരു ഗ്രൂപ്പ്, 2 അങ്ങനെ. അപ്പോൾ നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ 2 + 2 + 2 + 2 = 8 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ആപ്പിൾ 2 ഓരോരോ ഗ്രൂപ്പാക്കുന്നു. അപ്പോൾ ഒരു ഗ്രൂപ്പ്, 2 ഗ്രൂപ്പ്, 3 ഗ്രൂപ്പ്, 4 ഗ്രൂപ്പ്. അപ്പോൾ മൊത്തം 4 ഗ്രൂപ്പാണ്. അപ്പോൾ 4 × മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ സിമ്പിളായിട്ടുള്ള ഇൻറ്റു എന്നിടുക. ഇതിൽ 4 ഗ്രൂപ്പിലും കോമൺ ആയിട്ട് വരുന്ന സംഖ്യ എത്രയാണ്? 2 ആണ് അല്ലേ. 2 + 2 + 2 + 2 ആണ്. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന സംഖ്യ 2 എടുത്തു. = എത്രയാണ് വരുന്നത്? 8 തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ പ്ലസ് ചെയ്തു, അത് ഗ്രൂപ്പാക്കി തിരിച്ചപ്പോൾ എന്തായി? മൾട്ടിപ്ലിക്കേഷൻ ടേബിളായി. ഇനി ഒരു എക്സാമ്പിളും കൂടി നോക്കാം. ഇവിടെ ഞാൻ വേറൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ഫസ്റ്റിലെ പിക്ചറിൽ 4 എണ്ണം, രണ്ടാമത്തത് 4 എണ്ണം, മൂന്നാമത്തത് 4 എണ്ണമാണ്. ഈ 4 + 4 + 4 3, 4 കൂട്ടിയാൽ എത്രയാണ്? 12 ആണ് അല്ലേ. 4 + 4 + 4 = 12 ആണ്. 3 ടൈംസ് നമ്മൾ 4 കൂട്ടിയപ്പോൾ എത്രയാണ് വന്നത്? 12 ആണ്. ഇത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഇത് എത്ര ഗ്രൂപ്പാണുള്ളത്? 1, 2, 3 ഗ്രൂപ്പാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 3 × കോമൺ ആയിട്ട് വരുന്ന സംഖ്യ ഇതിൽ ഏതാണ്? 3 ഗ്രൂപ്പിൽ 4 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 3 × 4 = എത്രയാണ്? 12 ആണ്. ഇതാണ് നമ്മൾ ഈ ഒരു സംഖ്യ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കൂ. ഞാനിവിടെ സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റിൽ 6 സ്റ്റാർ, സെക്കൻഡിൽ 6 സ്റ്റാർ, തേർഡിൽ 6 സ്റ്റാർ, ഫോർത്തിൽ 6 സ്റ്റാർ. അപ്പോൾ നമ്മളിത് കോമൺ ആയിട്ട് കൂട്ടുമ്പോൾ എങ്ങനെയാണ്? 6 + 6 + 6 + 6 = എത്ര വരിക? 24 ആണ് വരുന്നത് അല്ലേ. ഇനി നമ്മളിത് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റിലാക്കുമ്പോൾ എന്ത് ചെയ്യാണ്? 4 × 6 ചെയ്യണേ. അപ്പോൾ നമ്മൾ 4 ഗ്രൂപ്പ് ആക്കണം. 1, 2, 3, 4. അപ്പോൾ 4 ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 4. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഇതിലേതാണ്? ഇൻറ്റു. എത്രയാണ് വരുന്നത് കോമൺ ആയിട്ട്? ഒരു ഗ്രൂപ്പിൽ 6, 2 ഗ്രൂപ്പിൽ 6, മൂന്നാമത്തെ ഗ്രൂപ്പിലും 6, നാലാമത്തെ ഗ്രൂപ്പിലും 6. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന 6 എന്ന് കൊടുക്കുന്നു. = എത്ര വരുന്നത്? 24 ആണ് വരുന്നത്. മനസ്സിലായോ? ആഡീഷനിൽ നിന്നും നമ്മൾ മൾട്ടിപ്ലിക്കേഷനിലേക്ക് മാറ്റുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ
അപ്പോൾ ഒരു എക്സാമ്പിളും കൂടി നോക്കാം. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ തരുന്നു. 3 × 8 = 24 ആണ്. നമ്മൾ വേർഡ്സിലോട്ട് പറയുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ 3 ടൈംസ് 8 ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് 24 കിട്ടുന്നത് അല്ലേ? 3നെ 3 ഗ്രൂപ്പ്സാണത്. അതിനെ കോമൺ ആയിട്ട് വരുന്ന 8 നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ 24 കിട്ടുകയാണ്. അപ്പോൾ 2 × 5 പറയുമ്പോൾ എങ്ങനെയാണ്? 2 ഗ്രൂപ്പാണ് വരുന്നത്. ആ ഒരു ഗ്രൂപ്പിൽ 5ഉം രണ്ടാമത്തെ ഗ്രൂപ്പിൽ 5ഉം ആയിരിക്കും. അപ്പോൾ 2 × 5 ചെയ്യുമ്പോൾ 10 കിട്ടണു അല്ലേ? ഫസ്റ്റത്തെ ഗ്രൂപ്പിൽ 5ഉം സെക്കൻഡത്തെ ഗ്രൂപ്പിൽ 5ഉം. അപ്പോൾ 5 + 5 = എത്രയാണ്? 10 ആണ്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പാക്കി തിരിക്കുമ്പോൾ 1 2 ഗ്രൂപ്പ്. അപ്പോൾ 2 ഇൻറ്റു കോമൺ ആയിട്ട് വരുന്നത് 5 ആണ്. അപ്പോൾ 5 = 10 ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? ഇനി നെക്സ്റ്റ് 3 × 5 = 15 ആണ് വരിക അല്ലേ? ആണ്. എങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ ആദ്യം 3 ഗ്രൂപ്പ് അല്ലെ 5 ഒരു ബോൾ എടുക്കുന്നു. അത് 5 ഒരു ഗ്രൂപ്പിൽ 5ഉം രണ്ടാമത്തെ ഗ്രൂപ്പിൽ 5ഉം മൂന്നാമത്തെ ഗ്രൂപ്പിൽ 5ഉം 3 ഗ്രൂപ്പാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ 3 ഇൻറ്റു കോമൺ ആയിട്ട് വരുന്നത് 5. അപ്പോൾ 3 5 + 5 10 10 + 5 50. അപ്പോൾ 3 × 5 = 15. ഓക്കെ, ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.